പ്രിയമുള്ളവരെ, സംഗീതത്തിന് 121 5-ാം വാക്യം. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. നാടിന്, ദേശത്തിന്, മനുഷ്യനൊക്കെ കാവൽ നിൽക്കാൻ അനേകരുണ്ട്. എന്തിന്? മനുഷ്യന് പോലും കാവൽ നിൽക്കാൻ ദൈവമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന് കാവൽക്കാരനുണ്ടോ? ഈ ഭൂമിയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, വിശുദ്ധ എവ്പ്രാസ്യമാണ്. അനേക നാളുകൾ, അനേക മണിക്കൂറുകൾ സ്വർഗത്തിൻ്റെ സക്രാരിക്ക് മുമ്പിൽ കാവൽ നിന്നവളാണ് വിശുദ്ധ എവ്പ്രാസ്യമ്മ. അതുകൊണ്ട് തന്നെ അവളെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത് സക്രാരിയുടെ കാവൽക്കാരി എന്നുള്ളതാണ്. ഇത്ര മനോഹരമായ, ശ്രേഷ്ഠമായ ഒരു പദമാണത്. പ്രിയമുള്ളവരെ, അങ്ങനൊരു വിളി എനിക്കും നിനക്കുമുണ്ട് എന്നുള്ളതാണ്. അന്ന് ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് ഈശോ പറയുന്നില്ലേ? അങ്ങനെയായിരുന്നു വിശുദ്ധ എവ്പ്രാസ്യമ്മയുടെ ജീവിതത്തിൽ. നല്ല ഭാഗമാണ് അവൾ തിരഞ്ഞെടുത്തത്. അനേകം മണിക്കൂറുകൾ സക്രാരിക്ക് മുമ്പിലിരിക്കുക. എന്തിനു വേണ്ടിയാണ് അവൾ അവിടെ ഇരുന്നത്? തൻ്റെ ആത്മനാഥനോട് സംസാരിക്കുവാൻ, അവൻ പറയുന്നത് കേൾക്കുവാൻ. എന്തിനേറെ, അവളോട് തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യമക്കൾ, സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ ആത്മനാഥന് മുമ്പിൽ ചൊരിയുവാൻ. അതിലൂടെയെല്ലാം അവൾ നാടിനും ദേശത്തിനും, എന്തിനേറെ ദൈവത്തിന് പോലും കാവൽക്കാരിയായി മാറിയെന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ അവൾ ചിന്തിക്കുകയാണ്, സക്രാരിയുടെ താക്കോൽ എടുക്കാൻ മറന്നോ? സക്രാരി പൂട്ടാൻ പറ്റിയോ? അന്ന് രാത്രിയിൽ അവൾ തനിച്ച് ആ സക്രാരിക്ക് അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവൾ ആ സക്രാരിയുടെ സമീപത്തേക്ക് അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്നൊരു കരം അവളെ ചേർത്ത് പിടിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഈശോയായിരുന്നു. അനേകം മണിക്കൂറുകൾ തൻ്റെ മുമ്പിലിരുന്ന് തന്നെ സ്നേഹിച്ച ആ പ്രിയപ്പെട്ട മണവാട്ടിയെ ഈശോ ചേർത്ത് പിടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം സന്തോഷിക്കുന്ന അനുഗ്രഹീത നിമിഷമാണ് നീ സക്രാരിക്ക് മുമ്പിൽ സമയം കൊടുത്തിരിക്കുക എന്നുള്ളത്. അത് കുറച്ച് സമയമാകാം. നിൻ്റെ ജീവിതത്തിനക്കിടയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിനക്ക് സക്രാരിക്ക് മുമ്പിൽ പോയിരിക്കാൻ പറ്റുമോ? അങ്ങനെ നീ സ്വർഗത്തിൻ്റെ കാവൽക്കാരനും കാവൽക്കാരിയുമായി മാറും. അതെ, വിശുദ്ധ എവ്പ്രാസ്യമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുമ്പോൾ അവളും ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ എൻ്റെ ആത്മനാഥന് മുമ്പിൽ വന്ന് കുറച്ച് സമയം ഇരുന്നാലോ? ഇതാ, ഇന്ന് ദിനം സ്വർഗം നിന്നെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ എവ്പ്രാസ്യമ്മയിലൂടെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനും കാവൽക്കാരിയുമാകുവാൻ ദൈവം നിന്നെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.